Okay, so we'll begin. How are you all? How was your week? How did your week's activities go? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആൻഡ് എല്ലാവരും എത്ര ആക്ടിവിറ്റീസ് ചെയ്തു എന്ന് കൂടെ പറയണേ. നിങ്ങൾ എല്ലാവരും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് ഉറപ്പുന്നുണ്ട്. ലാസ്റ്റ് വീക്കൊക്കെ പല ആക്ടിവിറ്റിയും ഇവിടെ ഒരാൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പ്ലീസ് റെസ്പോണ്ട്. എല്ലാവരും എത്ര ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. 1 on 1 ഇനി 0 ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്ന് ഇടണേ. 0 on 7 എന്നുള്ളത് ഇടണം കേട്ടോ. 39 പേരിൽ ഒരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഐ വോണ്ട് ടു ഗെറ്റ് ഓൾ 38 റിപ്ലൈസ്. ഞാൻ അല്ലാതെ ഇവിടെ 38 പേരുണ്ട്. പ്ലീസ് ഡു റിപ്ലൈ. ഗൗരിയുടെ 3 on 7 കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. ബാക്കിയുള്ളവര് എനിക്ക് സ്റ്റാറ്റസ് അറിയാനാണ്. ഇപ്പോൾ നിങ്ങൾ ആരെയും ഞാൻ പേഴ്സണലി അറിയുന്നവരല്ല, ഞാൻ നിങ്ങളെ ചീത്ത പറയാൻ പോകുന്നില്ല, ഒന്നും ചെയ്യില്ല. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു നോ എത്ര പേര് ഇത് ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ 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 ഫസ്റ്റ് ക്ലാസ് ഉള്ളവരുണ്ട് ഇപ്പോഴും. ഐ ജസ്റ്റ് ഗോട്ട് 1 2 3 റിപ്ലൈസ്. ശ്രുതി, ഹർഷ്മിത, ഓക്കെ കുറച്ച് റിപ്ലൈസ് ഇവിടെ ഉണ്ട്. ക്രിസ്, ദേവനന്ദ, അക്ഷയ്. ഓക്കെ ഇപ്പോഴും 48 പേരിൽ ഒരു 20 എണ്ണം പോലും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. റിപ്ലൈസ് ഇട്ടാണ് ഞാനൊന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ അനൂപ. ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റർ. ഓക്കെ 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 ആരെങ്കിലും ഈ ഒരു ആക്ടിവിറ്റീസ് ഹൗ ഡു യു ഫീൽ ഇറ്റ് എന്നുള്ളതിൽ, അതായത് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇപ്പോ 7 on 7 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണ്? നിങ്ങളുടെ ടൈം ഇല്ലാത്തത് കൊണ്ടാണോ, നമ്മുടെ ആക്ടിവിറ്റീസ് ബോറിംഗ് ആയിട്ടാണോ, മനസ്സിലാവാഞ്ഞിട്ടാണോ, ഡിഫിക്കൽറ്റി ലെവൽ കൂടിയിട്ടാണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്പീക്കപ്പ് ചെയ്യോ പ്ലീസ്. നമ്മളെല്ലാവരും തിരക്കിലുള്ളവരാണ്. ഇവിടെ ഒരു 95% ആൾക്കാരും വർക്കിംഗ് ആണ്. വർക്കിങ്ങിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസ് കണ്ട് തീർക്കണം. അതിൻ്റെ ഇടയിൽ ഈക്ക് ഉള്ള ടൈം, ആ ഒരു ടൈം കോൺസ്ട്രെയിന്റ് എനിക്കറിയാം. പക്ഷെ ആർക്കെങ്കിലും എനിക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സ്പീക്ക് ചെയ്യാവോ? എനി വൺ പ്ലീസ് റെസ്പോണ്ട് ഇൻ ദ ചാറ്റ് ബോക്സ്. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ആരെങ്കിലും ഒന്ന് വോളണ്ടറി ആയിട്ട് വരുമോ? എനി വൺ പ്ലീസ്, റിക്വസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ആരെയും ചീത്ത അറിയാനൊന്നല്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. Okay, Midlaj, I'll unmute you. Yes. Can you please unmute? ഹലോ. Yes, Midlaj, പറഞ്ഞോളൂ. ഞങ്ങളുടെ എൻ്റെ ഇപ്പോ എക്സാം വീക്ക് ആയതുകൊണ്ടാണ് അധികം ഇതിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ. ഓക്കെ. അതല്ലാതെ ഇതിന്റെ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, അല്ലെങ്കിൽ ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ ഒരു ദിവസം എത്ര ടൈം ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്? യൂഷ്വലി ഏകദേശം 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് അത്ര എടുക്കാം. 20 to 25 minutes. ഓക്കെ, താങ്ക് യു സോ മച്ച് മിത്ലാജ്. അതുപോലെ ബാക്കിയുള്ളവര് എത്ര ടൈം വെച്ച് ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും കൂടെ എനിക്കൊന്ന് പറഞ്ഞുതരുമോ? ഇപ്പൊ മിഥിലാജ് പറഞ്ഞത് 20 to 25 മിനിറ്റ്സ് ആണ്. എല്ലാവർക്കും ആ ഒരു ടൈം തന്നെയാണോ വരുന്നത്? 10 മിനിറ്റ്സിൽ 15 മിനിറ്റ്സിലൊക്കെ തീരുന്നവരും കഴിയുന്നവരൊക്കെ ഉണ്ടോ? ഓക്കെ, റോബിന്റെയും കൂടെ കേട്ടിട്ട് വിൽ. യെസ് റോബിൻ, പ്ലീസ് അൺമ്യൂട്ട്. മാഡം, എൻ്റെ പേര് റോബിനാണ്. ഞാൻ KSRTC വർക്ക് ചെയ്യുന്ന കാരണം ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ലെന്ന് തന്നെയാണ് പറയാൻ ഉള്ളത്. പിന്നെ ഈ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സിലാണ്. ഞാനിപ്പോ ഈ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോ ഞാൻ പഴയ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് ഞാനത് മുഴുവൻ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ക്ലാസ് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കുള്ളത് മനസ്സിലായി. അപ്പൊ നിങ്ങളെല്ലാവർക്കും ആപ്പിൽ ഡേ 1 തൊട്ടുള്ള ടാസ്കുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻസ് എല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഒരു പാരഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാക്കുക, സെന്റൻസ് സ്ട്രക്ചറിങ് എങ്ങനെയാണ്, ഗ്രാമർ എങ്ങനെയാണ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും എന്താണ്, ഇതിപ്പോ 15ാമത്തെ ലൈവ് സെഷൻ ആണ്. ബാക്കി ഓൾ 14 സെഷൻസും അതുപോലെ തന്നെ എന്താണ് എല്ലാ ടാസ്കുകളും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആപ്പിൽ ഇപ്പോഴേ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് യു വെയിറ്റ് ഫോർ ഫ്യൂ മോർ ഡേയ്സ്, ഒരു മന്തും കൂടെ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡേ 1 തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ പുതുതായി വന്നവര് ഇപ്പൊ ഇടയിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാത്തവര് മനസ്സിലാക്കുക, ഇതെല്ലാം ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. സോ വിൽ ബിഗിൻ അവർ സെഷൻ.
നമ്മളുടെ ഫസ്റ്റ് 10 minutes ഓൾറെഡി ഇൻട്രാക്ഷൻ ആയി പോയിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. So today we are moving on to week 15 review and interactive question answer session. So ഇന്നത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് പ്രൊഫഷണൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് സ്കിൽസ്. ഈ ഒരു വീക്ക് നമ്മൾ അധികവും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഫഷണൽ സ്പീക്കിങ്ങും പ്രൊഫഷണൽ ലിസണിംഗും ആയിരുന്നു. ആൻഡ് നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ ഒരു പ്രശ്നം വന്നിരിക്കുന്ന എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് എ മിനിറ്റ് ഹോൾഡ് പ്ലീസ്. ഓക്കെ, ഇവിടെ എത്ര പേരുടെ സ്കൂൾ കാലഘട്ടത്തിൽ ലിസണിങ് എന്നൊരു സ്കില്ല് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? സ്കൂളിൽ നിന്ന് ലിസണിങ് സ്കില്ല് എത്ര പേരുടെ സ്കൂളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? പ്ലീസ് റെസ്പോണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നും. എല്ലാവരും ഒന്ന് ഇന്ററാക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയി പോകും. ഓക്കെ, പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്? ലിസണിങ്. ലിസൺ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്പീക്കർ ആവാൻ പറ്റൂ. ഓൺലി എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് സ്പീക്കർ. ഓക്കെ, അധിക സമയം നമ്മൾ വളരെ നല്ല എഴുത്ത് എന്ന് പറയാറില്ല, ഏറ്റവും നല്ല വായനക്കാരുടെ എഴുത്തായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണ്? അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ അവരുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പീക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് നല്ലവണ്ണം ലിസൺ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണലി സ്പീക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടും കെയർഫുൾ ആയിട്ടും ലിസൺ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ദിസ് വീക്ക് വിൽ ബി ഫോക്കസിങ് ടു enhance professional speaking and listening skills in workplace context, and then practicing structured presentation, effective responses in question answer sessions, and participating in discussions. Okay, and നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്കിൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഫഷണൽ പ്രസന്റേഷൻസിൽ പ്രസന്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രസന്റ് ചെയ്യുന്നതിൽ നിന്നും മെയിൻ പോയിന്റ്സും സപ്പോർട്ടിംഗ് പോയിന്റ്സും ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് സ്ട്രക്ചേർഡും ക്ലിയറും കോൺസൈസ് ആയിട്ടുള്ള പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് പ്രസന്റേഷൻസിന്റെ ഇടയിൽ ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണ് കോൺഫിഡൻസ് പ്രൊഫഷണൽ ഡിസ്കഷൻസിൽ കോൺഫിഡൻസ് ഷോക്കേസ് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so first we are looking into listening for key points in professional presentations. ഇന്ന് ഏത് സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും വി ഡു ഹാവ് മീറ്റിംഗ്സ്. അത് ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈൻ ആവട്ടെ, ടീച്ചിങ് ഫീൽഡ് ആവട്ടെ, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ, ഫിനാൻഷ്യൽ സെറ്റപ്സ് ആവട്ടെ, എവിടെ വർക്ക് ചെയ്യുന്നവർക്കും മീറ്റിംഗ്സ് ഉണ്ട് അല്ലെ? മീറ്റിംഗ്സ് ഇല്ലാതെ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു വർക്ക് സെറ്റപ്പോ നടക്കില്ല. ഓക്കെ, പിന്നെ നമ്മൾ മാത്രമായിട്ട് റൺ ചെയ്യുന്ന എന്താണ്, ഞാൻ തന്നെ തയ്ച്ച്, ഞാൻ തന്നെ തുണിയെടുത്ത്, ഞാൻ തന്നെ ഡ്രസ്സുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ മീറ്റിംഗിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ദ ഓൺലി പേഴ്സൺ ആ ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. പക്ഷെ ഇന്നെന്താണ്, നമ്മൾ വലിയ വലിയ വർക്ക് സെറ്റപ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് സെമിനാറിന്റെയും വർക്ക്ഷോപ്സിന്റെയും പ്രസന്റേഷൻസിന്റെയും ഒക്കെ ഓഡിയൻസ് ആവേണ്ടിയും വരാറുണ്ട്, ചില സമയങ്ങളിൽ പ്രസന്റർ ആവേണ്ടിയും വരാറുണ്ട്. ഓക്കെ, നമ്മളൊക്കെ പല സമയത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇതുപോലെ ഇന്ന പ്രസന്റേഷൻ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ബാക്ക് ഓഫ് ചെയ്യും. ആ ബാക്ക് ഓഫ് ചെയ്യുന്നതിന്റെ റീസൺ എന്താ? പലപ്പോഴും അതിന്റെ ഇൻപുട്ട് ഇല്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ അല്ല, റാദർ കോൺഫിഡൻസ് കുറവാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞു പോകുന്നതൊന്നും വെറുതെ പറഞ്ഞു പോകാൻ, ഇപ്പൊ എനിക്കിവിടെ ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോയാൽ മതി. പക്ഷെ ഞാൻ ഇതിവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു തിയററ്റിക്കൽ നോളജ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും ബിൽഡ് ചെയ്യാം. ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വരെ AIs ഉണ്ട്. നമ്മൾക്ക് റിസോഴ്സസിനോ അല്ലെങ്കിൽ ഫെസിലിറ്റീസിനോ കുറവില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട കുറച്ച് സംഗതികളിലൊക്കെ കുറവുകൾ ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ തന്നെ 67 പേരുള്ള സ്ഥലത്തുനിന്ന് ഇപ്പൊ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ തന്നെ എത്രയാണ്, എനിക്കൊരു 10-15 പേരാണ്. അതായത് എന്താണ്, നിയർലി ഒരു 15% ഓഫ് 60 ആൾക്കാരാണ് എനിക്കിവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് എവിടേക്കോ എന്താണ് ഒരു ആക്റ്റീവ്നെസിന്റെ കുറവുണ്ട്, കോൺഫിഡൻസിന്റെ കുറവുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ബിൽഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള വെരി ദ മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് തന്നെയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ പല മീറ്റിംഗ്സിലും നമ്മൾക്ക് പ്രസന്റേഷൻസ് ഉണ്ടാവും, പവർ പോയിന്റ് പ്രസന്റേഷൻസ്. ഓക്കെ, സോ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രസന്റേഷൻസ് ഉണ്ടാക്കേണ്ടത്? അതുപോലെ ഇപ്പോൾ നമ്മളൊരു വലിയ പ്രസന്റേഷനിൽ ഇരിക്കുകയാണ്, ഒരു 2 hour നീണ്ട പ്രസന്റേഷനിൽ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും എന്താണ്, എല്ലാം അതിൽ പറയുന്ന എല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത് മേ ബി അത്ര പോസിബിൾ ആവില്ല.
സോ നമ്മൾ നോട്ട് ടേക്കിംഗ് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ് ഇസ് ഇൻട്രൊഡക്ഷൻ. എന്തിനെ കുറിച്ചിട്ടാണ് ആ ക്ലാസ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് ആ വർക്ക്ഷോപ്പ്, എന്തിനെ കുറിച്ചിട്ടാണ് പ്രസന്റേഷൻ എന്നുള്ളതിന്റെ മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെഫിനിഷൻ ആയിരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ എം ടോക്കിംഗ് അബൌട്ട് ടൈം മാനേജ്മെന്റ്. സോ നിങ്ങൾക്ക് എന്താണ് ടൈം മാനേജ്മെന്റ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് എഴുതാം. പിന്നെ മെയിൻ പോയിന്റ്സിൽ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരിക്കാം, എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് ആയിരിക്കാം, എന്നിങ്ങനെയുള്ള മെയിൻ പോയിന്റ്സ്. പിന്നെ കൺക്ലൂഷൻ എഴുതുക. ഇപ്പൊ ഇതിന്റെ ഇടയിൽ എന്താണ്, ചിലപ്പോൾ ഞാനൊരു പ്രസന്റർ എന്ന നിലയ്ക്ക് ഇവിടെ ഒരുപാട് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുന്നുണ്ടാവും, എന്റെ ലൈഫിൽ നടന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ദാറ്റ് ഈസ് അൺനെസസറി. അത് ആ ഒരു മൊമെന്ററി, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും നെസസറി ആയ, ഏറ്റവും ഇൻഎവിറ്റബിൾ ആയ പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ആൻഡ് കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കുന്ന പോയിന്റ്സ് എന്തായിരിക്കണം? ഒന്ന് സമ്മറൈസ് ചെയ്യുക, ഇൻട്രൊഡക്ഷനെയും മെയിൻ പോയിന്റ്സിനെയും സമ്മറൈസ് ചെയ്യുക. അതേപോലെ ഫ്യൂച്ചർ ആക്ഷൻ. ഓക്കെ, ഇപ്പൊ ടൈം മാനേജ്മെന്റ് സ്കിൽസ് ആണ് ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ എക്സസൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്കിൽസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നൊരു ബിസിനസ് പ്രസന്റേഷൻ, നിങ്ങൾ എല്ലാവരും ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അത് ബിസിനസ് പ്രസന്റേഷൻ ആവണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ ആ ഒരു ഏരിയയിലുള്ള, ഇപ്പൊ ഇവിടെ പല സബ്ജക്ട് പഠിക്കുന്നവരുണ്ടാവും, പല കോഴ്സിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾ പഠിക്കുന്നതുമായി റിലേറ്റ് ചെയ്തല്ല, ഇപ്പോ സിനിമയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം, മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങളൊരു 5 or 6 സ്ലൈഡ് വരുന്ന ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ, ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചാറ്റ് ബോക്സിൽ തന്നെ ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കാരണം ഇപ്പൊ ഈ PPT ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെടണമെന്ന് അറിയോ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന വേർഡ്സിൽ, ഞാൻ ഈ പറയുന്ന പോയിന്റ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നത് എനിക്കൊരു ബിഗ് സപ്പോർട്ടാണ്. ഇതൊരു വിഷ്വൽ എയ്ഡ് ആണ്. ഇപ്പൊ ചിലപ്പോ എന്റെ വോയിസ് ഇടയിൽ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും എന്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, യു ഹാവ് ഇറ്റ് ഓൺ ദ സ്ക്രീൻ ഹിയർ. ഓക്കെ, നമ്മൾക്ക് ടൈം സേവിങ് ആണ്, ക്ലാരിറ്റി കൂടുകയാണ്, കോൺസൈസ് ആണ് പോയിന്റ്സ്. ഓക്കെ, സോ ഇതിന്റെ ഉപകാരങ്ങൾ ഒരുപാടാണ്. ഓക്കെ, സോ ഇവിടെ PPT ഉണ്ടാക്കാൻ അറിയാത്ത കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. അവർ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ആരും ഇനിയിപ്പോ എങ്ങനെ പഠിക്കും എന്നുള്ളതിൽ ഇത് വളരെ ഈസി ടാസ്ക് ആണ്. നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഹെൽപ്പ് എടുക്കാം. അതുപോലെ എന്താണ് ഇന്ന് നമുക്ക് AI ആപ്പുകൾ ഫ്രീ ആയിട്ട് ഇന്ന് പവർ പോയിന്റ്സ് ഉണ്ടാക്കി തരും. നമ്മളത് പിന്നീട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്താൽ മതി. അതുപോലെ എന്താണ് സ്ലൈഡ് ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വെബ്സൈറ്റുകൾ ഉണ്ട്. അതിൽ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും നമ്മൾക്ക് കോമൺ ടോപ്പിക്കുകളില്ലേ, അതിലൊക്കെ ഓൾറെഡി ആരൊക്കെയോ ഉണ്ടാക്കിയിട്ടിട്ടുള്ള പവർ പോയിന്റ്സ് നമ്മൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രസന്റേഷനോ സെമിനാറോ വർക്ക്ഷോപ്പോ ഒക്കെ എടുക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ മേക്ക് യൂസ് ഓഫ് പവർ പോയിന്റ്സ്. ഓക്കെ, പവർ പോയിന്റ്സ് എന്ന് പറഞ്ഞ് അതിൽ വലിച്ചു വാരി കാര്യങ്ങൾ എഴുതാനുള്ളതല്ല. പവർ പോയിന്റ്സ് ആർ മെന്റ് ടു ജസ്റ്റ് നോട്ട് ദ മെയിൻ പോയിന്റ്സ്. ഓക്കെ, യാ, അതാണ് ഇവിടെ ലാസ്റ്റ് ടിപ്സ് എന്നതിൽ കൊടുത്തിരിക്കുന്നതാണ്. ഫോക്കസ് ഓൺ മെയിൻ ഐഡിയാസ് ആൻഡ് കീ പോയിന്റ്സ് ടു ഇംപ്രൂവ് കോംപ്രിഹെൻഷൻ ആൻഡ് റീറ്റെൻഷൻ. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റായി ഏകദേശം സംസാരിക്കണം. ഞാൻ ഈ 10 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ലൈഡിൽ ഞാൻ കുത്തി കയറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുമായിരുന്നോ? ഇത്ര ഈസി ആയിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നോ? വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ? Could you do that? Please give me a reply. Would you be able to do that? No. Yeah. So exactly that is the use of having a PowerPoint presentation. ഇവിടെ എന്താണ് ഇതിലുള്ള പോയിന്റുകൾ നിങ്ങൾ പവർ പോയിന്റ്സ് നിങ്ങൾ എന്താണ് നിങ്ങൾ മറക്കില്ല. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. ഈ പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്തെടുക്കാം. ഇതിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ മറക്കില്ല. ഞാൻ ഇവിടെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് സ്ട്രക്ചറിങ് ക്ലിയർ ആൻഡ് കോൺസൈസ് പ്രസന്റേഷൻ. നിങ്ങളൊരു പ്രസന്റേഷൻ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അഗെയിൻ ദ സ്ട്രക്ചർ ഇസ് സെയിം. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക,
മെയിൻ പോയിന്റ്സ് കൊടുക്കുക, കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ. മറ്റൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് വിഷ്വൽസ്, അതായത് ചാർട്ട്സ് ആവാം, ഗ്രാഫുകളാവാം. ഓക്കെ. ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ എന്താണ്, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഡാറ്റ കൊടുക്കുകയാണ്. among 400 people 23% of people like pizza, 60% likes ബിരിയാണി എന്നിങ്ങനെ കൊടുക്കുമ്പോൾ അത്രയും ഡാറ്റ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ അതൊരു പൈ ചാർട്ട് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിരിയാണിയാണ്, സെക്കൻഡ് പ്രിഫർ ചെയ്യുന്നത് പിസയാണ്, ഭയങ്കര ഈസി ആയിട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇന്ന് നമ്മൾ എല്ലാ പ്രസന്റേഷന്റെയും ബാക്കപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ഡാറ്റകളാണ്. ഓക്കെ. റിയൽ ലൈഫ് എക്സാമ്പിളുകളേക്കാൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് റിസർച്ചുകളുടെ ഡാറ്റാസ് ആണ്. അപ്പോൾ പ്രസന്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ചാർട്ട്സും ഗ്രാഫുകളും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് വിൽ ഹെൽപ്പ് യു ടു സിംപ്ലിഫൈ കോംപ്ലക്സ് ഇൻഫർമേഷൻ. ഓക്കെ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് വെറുതെ ഞാൻ പോയിന്റ് വൈസ് കൊടുക്കുന്നതും ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ജസ്റ്റ് പിക്ചർ ആയിട്ട് കൊടുത്ത് അതിന്ന് ഇങ്ങനെ ഒരു ആരോസ് ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഞാൻ ഇതേപോലെ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യുന്നതാണോ എഫക്റ്റീവ്, ഓർ ദിസ് ഫസ്റ്റ് ഓർ സെക്കൻഡ്? ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ലൈഡ്, ദിസ് ഇസ് ദ സെക്കൻഡ് സ്ലൈഡ്. ഏതായിരിക്കും നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക? പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, എക്സാക്ട്ലി അത്ര തന്നെയുള്ളൂ. ഇവിടെ എന്താണ്, സ്ലൈഡ് വളരെ ക്ലീൻ ആണ്, പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈവൻ ഇഫ് ആ സൈഡിലുള്ളത് എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു പിക്ചർ തന്നെ നമുക്ക് കുറച്ച് മനസ്സിലാവും. ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് കൗണ്ട് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇവിടെ ഞാൻ ബാർ ഗ്രാഫ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എന്താ, എനിക്ക് ഓരോ പോയിന്റ്സ്, പിന്നെന്താ പോയിന്റ്സ് വലിച്ചു നീട്ടി എഴുതണം എന്നില്ല. പ്രൊജക്ട് മാനേജ്മെന്റ് എന്നതിന്റെ അടിയിൽ വിഷ്വൽ ടാസ്ക് മാനേജ്മെന്റ്, ഷെയർ ടീം വർക്ക്, പ്രോജക്ട് പ്ലാനിങ്. ഇപ്പൊ എന്താണ്, ഇതേ സാധനങ്ങൾ എനിക്ക് വലിയ സെന്റൻസ് ആയി കൊടുക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് വിഷ്വൽ ടാസ്ക് മാനേജ്മെന്റ്. ഷെയർ ടീം വർക്ക് ഇസ് ആൻ ഇൻഎവിറ്റബിൾ ഫാക്ടർ ഇൻ എ ടീം മാനേജ്മെന്റ് എന്നിങ്ങനെ സെന്റൻസിൽ കൊടുക്കാം. പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ടോ? നോ. കാരണം എന്താണ്, ഞാനിവിടെ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ ബുള്ളറ്റ് പോയിന്റ്സിൽ കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഒറ്റ സ്ലൈഡിൽ എത്ര ഇൻഫർമേഷൻ എനിക്ക് കൊള്ളിക്കാൻ പറ്റി? സോ ബൈ ദിസ് ഐ കെൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് സ്ലൈഡ്സ് ആൻഡ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇൻഫർമേഷൻ ഐ ഡെലിവർ. ഓക്കെ. ഇതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഓൾറെഡി റെഡി മെയ്ഡ് അവൈലബിൾ ആണ്. ഇറ്റ്സ് ഓൾറെഡി അറ്റ് ദ ടിപ്പ് ഓഫ് അവർ ഫിംഗർ. വി ജസ്റ്റ് ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ്. ഓക്കെ. സോ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. പവർ പോയിന്റ് ഉണ്ടാക്കുന്ന AI എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതാണ്, ഐ യൂസ്ഡ് വൺസ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കറക്റ്റ് അതുപോലെ തന്നെ കിട്ടില്ല. പക്ഷെ എന്താണ്, നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ദ പവർ പോയിന്റ്. അതിനുശേഷം നമ്മളൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഭയങ്കര എന്താ പറയാ, ടൈം മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഒരു പവർ പോയിന്റ് ഉണ്ടാക്കാൻ ഇരിക്കുക എന്നുള്ളത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. വേറൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രസന്റേഷൻസിന് നിങ്ങൾക്ക് പവർ പോയിന്റ് യൂസ് ചെയ്യാം. അതല്ലാതെ ഇപ്പോ നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സെമിനാറിന്, അതല്ല നിങ്ങൾ ഒരു PhD ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറയുന്ന സമയത്തൊന്നും പ്ലീസ് ഡോണ്ട് റിലൈ ഓൺ AIs. ഓക്കെ. കാരണം AIയുടെ ഇൻഫർമേഷൻസ് 100% ആക്യുറേറ്റ് അല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഈ പറയുന്നത് എന്താണ്, ഇതുപോലെയുള്ള ലോക്കൽ പ്രസന്റേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളാണ് കേട്ടോ. അതല്ലാതെ സീരിയസ് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ സീരിയസ് മാറ്റേഴ്സിലൊന്നും നിങ്ങൾ AI റിലൈ ചെയ്യരുത്. റിലൈ ഓൺ ടെക്സ്റ്റ് ബുക്സ് അഥവാ റിസർച്ച് പേപ്പേഴ്സ്. ഓക്കെ. നിങ്ങൾക്ക് AI എത്രമാത്രം റിലയബിൾ ആണെന്ന് അറിയാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ChatGPTയുടെ അടുത്ത് ഏതെങ്കിലും ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിക്കുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ChatGPTക്കും ചോയ്സ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, പ്ലീസ് മെൻഷൻ ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ക്ലോറോഫിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ അത് ആദ്യം ചിലപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് കറക്റ്റ് ആൻസർ പറയും. അപ്പൊ തിരിച്ച് ChatGPTയുടെ അടുത്ത് ആർ യു ഷുവർ എന്ന് ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് യെസ് ഐ എം ഷുവർ അബൌട്ട് ഇറ്റ് എന്ന് പറയും. പക്ഷെ ചില സമയത്ത് എന്ത് പറയും, അതൊന്നില്ലെങ്കിൽ ആൻസർ മാറ്റി പറയും. അതല്ല എന്നുണ്ടെങ്കിൽ സിൻസ് ഐ എം എൻ AI ഐ ഹാവ് ലിമിറ്റേഷൻസ് എന്ന് പറയാറ്. ഓക്കെ. സോ വി കനോട്ട് ഹാവ് എ 100% റിലയൻസ് ഓൺ എൻ AI. ഓക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഹാൻഡ്ലിംഗ് ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ആൻഡ് ഇന്റർജെക്ഷൻസ് പ്രൊഫഷണലി. ഇത് എനിക്കും എൻ്റെ ഒരു കരിയറിലും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അത് വളരെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യാന്നുള്ളത്
എനിക്കും കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, ഇപ്പോഴും ചെറിയ രീതിയിലാണ്. ഓക്കെ, സോ അതിന് കുറച്ച് ടെക്നിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് അക്നോളജ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നതാവട്ടെ അറിയാത്തതാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ സബ്ജക്റ്റുമായി ബന്ധമില്ലാത്തതാവട്ടെ, അതിനെ അക്നോളജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ഒരാൾ എൻ്റെ അടുത്ത് സൈക്കോളജി ഡൗട്ട് ചോദിക്കുകയാണ്. സോ എന്താണ്, ഞാൻ അതിനെ കണ്ടില്ല എന്ന് നടിക്കില്ല, മറിച്ച് I can tell him this is now the right place to ask questions related to psychology. This is our English enrichment program എന്ന് പറയാം politely. Okay, so ഏത് ക്വസ്റ്റ്യൻ ആയാലും അതിനെ അക്നോളജ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ക്ലാരിഫൈ. ഇപ്പൊ ചോദിച്ച ആളുടെ ക്വസ്റ്റ്യനിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ലാരിഫൈ ദ ക്വസ്റ്റ്യൻ. ഇവിടെ പലപ്പോഴും ചാറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വേർഡ് ചോദിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന സമയത്ത് ഞാൻ പറയാറില്ലേ, ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ചോദിക്കണം എന്ന് ഞാൻ ഇവിടെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാറില്ല. That's it. Clarify ചെയ്യുക. Before you answer, clarify what the question is if you have doubt about the question. Next is respond briefly. അതായത് നമ്മൾ ക്വസ്റ്റൻ ആൻസർ സെഷൻ പൊതുവെ വെക്കുക ഒരു പ്രസന്റേഷൻ കഴിയുന്ന സമയത്താണ്. സോ അവിടെ ഓൾറെഡി നമ്മളുടെ പ്രസന്റേഷൻ ഡൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഇപ്പൊ ഇവിടെ 73 പേരിൽ ഒരാൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ആ സ്ലൈഡ് ഒരു ഹാഫ് ആൻ അവർ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഇറ്റ് ബി ഫെയർ? കാരണം ഇവിടെ ബാക്കിയുള്ള ഒരു 70 ആൾക്കും അത് മനസ്സിലായിട്ടുണ്ട്, ആകെ 2 പേർക്ക് മനസ്സിലാവാത്തേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരുടെ ടൈമും കൂടെ ഞാൻ അവിടെ വേസ്റ്റ് ചെയ്യാണ്. സോ റെസ്പോണ്ട് ബ്രീഫ്ലി. ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യാൻ പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. ക്ലാരിറ്റിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ടു ദ പോയിന്റ് ആൻസർ ചെയ്യാം. സോ ക്വസ്റ്റൻ ആൻസർ സെഷൻസിൽ യു ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് ലൈക്ക് ഫ്രം ദ ബിഗിനിങ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. യു ക്യാൻ ക്വിക്ലി റെസ്പോണ്ട് ടു ദ പോയിന്റ്. നെക്സ്റ്റ് ഇസ് റീഡയറക്ട് ഇഫ് നെസസറി. അതായത് അവരുടെ ചോദ്യം ഇറലവന്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പിന്നീട് ആൻസർ ചെയ്യാം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഡയറക്ട് ഇറ്റ് ദാറ്റ് വേ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങളൊരു പ്രസന്റേഷൻ കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയില്ല. ഹൗ വിൽ യു ബി റെസ്പോണ്ടിങ്? പ്ലീസ് റെസ്പോണ്ട് ഇൻ ഇംഗ്ലീഷ് ഇൻ ദ ചാറ്റ് ബോക്സ്. ആഫ്റ്റർ യുവർ പ്രസന്റേഷൻ I've asked a doubt, how will you respond to it? ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, my area of expertise is limited in that area. Good, very good Mithlaj. Okay, I'll tell you later. Okay, Robin. Okay, others please. Sorry, I can't recollect it right now. I would like to study on it for a clear answer. Very good, very good, very good. Sorry, I don't know about it. I can't get the answer, please. Okay, very good. നിങ്ങൾ എല്ലാവരുടെയും റിപ്ലൈസ് കറക്റ്റ് ആണ്. ഐ എം വെരി ഇംപ്രസ്ഡ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ എല്ലാവരും ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സുകൾ കമ്പൈൻ ചെയ്താൽ നല്ല രസമാവും. അതായത് ഇപ്പോ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മിഥിലാജിന്റെ ആൻസർ ഇസ് വെരി ആപ്റ്റ്. ഐ ലൈക്ക് ഇറ്റ്. മൈ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ഇൻ ദിസ് ഏരിയ ഇസ് ലിമിറ്റഡ് എന്ന് പറയാം. ഓക്കെ, പിന്നെ റോബിൻ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ടെൽ യു ലേറ്റർ എന്നതിന് പകരം I will look into it and let you know later. ഞാൻ അതിലേക്കൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ടെൽ യു ലേറ്റർ. അതിന് ആ രീതിയിൽ നമുക്കൊന്നും കൂടി ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. റിഷ്ണ, ഐ വുഡ് ലൈക്ക് ടു സ്റ്റഡി ഓൺ ഇറ്റ് ഫോർ ഗിവിംഗ് യു അല്ലെങ്കിൽ ഫോർ ഡെലിവറിംഗ് എ ക്ലിയർ ആൻസർ എന്ന് പറയാം. ഓക്കെ, മുഹമ്മദ്, സോറി ഐ കാൺ റീകളക്ട് ഇറ്റ് റൈറ്റ് നൗ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് പോലെ ആവില്ലേ? സോ അതിന് പകരം ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ഐ ക്ലാരിഫൈഡ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു ലേറ്റർ എന്ന് പറയാം. ഓക്കെ, നമ്മളൊരു സംഗതി മറന്നുപോയി എന്ന് പറയുന്നത് ശരിയാവോ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ? അതെനിക്ക് അറിയില്ല. സോ അതിനേക്കാൾ പകരം എന്താണ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഐ ക്ലാരിഫൈ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയാം കേട്ടോ. അഞ്ജിമ, ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നതിനേക്കാൾ എപ്പോഴും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഐ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ് ലെറ്റ് യു നോ. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് എനിക്കത് അറിയില്ല എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങളെല്ലാം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് അറിയാത്ത കാര്യമായാലും ഒറ്റയടിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയില്ല എന്ന് പറയാറില്ല. ഒന്നില്ലെങ്കിൽ ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ഞാനത്, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൊനൗൺസിയേഷൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ടൈമിൽ തന്നെ സെർച്ച് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻപുട്സ് ഇവിടെ എന്താണ്, മറ്റ് സ്റ്റുഡൻസ് തന്നെ നമ്മളെ ചാറ്റ് ബോക്സിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ഒരു ഡയറക്റ്റ് ആയിട്ട് ഐ ഡോണ്ട് നോ പറയുന്നത് എന്താണ്, നമ്മളുടെ ഇമേജിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു
പ്രൊഫഷണലിസത്തെ ബാധിച്ചേക്കാം. ഓക്കെ, യെസ്, ഐഫോൺ എന്നാണ് ഇവിടെ. ഐ വിൽ റെഫർ ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ടു യു ലേറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. I'm sorry, this is not my area of specialization. Okay, very good, very good. Okay, thank you for the responses. Good, keep it up. Okay, എല്ലാവരും പറഞ്ഞത് ഏകദേശം to the point തന്നെയാണ്. Okay. പിന്നെ നിങ്ങൾ ക്വസ്റ്റൻ ആൻസർ സെഷൻസ് നടത്തുന്ന സമയത്ത് ഇപ്പൊ ഇടയിലെ സെഷൻസ്, അതായത് ഓരോ സ്ലൈഡ്, ഇപ്പൊ ഞാനിവിടെ ഓരോ സ്ലൈഡിന് ശേഷം ക്വസ്റ്റൻ ആൻസർ സെഷൻ വെക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് ഫ്ലോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് മേ ബി ഞാൻ തന്നെ ഇനി എന്താണെന്ന് മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവസാനത്തേക്ക് വെക്കുന്നത്. പക്ഷെ നമ്മുടെ ക്ലാസ്സസ് വളരെ ഷോർട്ട് പീരിയഡിലുള്ള ക്ലാസ്സസ് ആണ്, 1 hour ക്ലാസ്സസ് ആണ്. അതല്ല ഇപ്പൊ നമ്മൾ മാരത്തോൺ 3 hour 4 hour ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ടുവേർഡ്സ് ലാസ്റ്റ് ക്വസ്റ്റൻ ആൻസർ സെഷൻ വെക്കുന്നത് ഒരു നല്ല രീതിയല്ല. കാരണം എന്താണ്, സെഷൻസ് വളരെ ലോങ് ആണ്. അപ്പൊ ആദ്യത്തിലുള്ള പോയിന്റ്സ് ലാസ്റ്റ് ആവുമ്പോഴേക്കും സ്റ്റുഡൻസ് മറക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ വലിയ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ഇന്റർമിറ്റന്റ്ലി, അതായത് ഓരോ 1 hour കഴിയുമ്പോൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ 1.5 hour കഴിയുന്ന സമയത്ത് ക്വസ്റ്റൻ ആൻസർ സെഷൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഇവിടെ ഞാൻ ലാസ്റ്റ് വെക്കുന്നത് നമ്മളുടെ 1 hour സെഷൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻഗേജിങ് ഇൻ പ്രൊഫഷണൽ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്. യാ, ഇനി നമ്മൾ ഓഫീസിൽ ഉണ്ടാവുന്ന മീറ്റിംഗ്സിലാവട്ടെ, അതല്ല എന്തെങ്കിലും ഒരു പ്രൊജക്ട് പ്രപ്പോസലിന്റെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസിലാവട്ടെ, നമ്മുടെ ഒപ്പീനിയൻസും നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ പൊളൈറ്റ്ലി പ്രസന്റ് ചെയ്യാന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടുഡേ വിൽ ബി ലുക്കിംഗ് മോർ ഇൻ. ഓക്കെ, സോ ഐ നീഡ് 2 people ഒരു റോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കൺവെർസേഷൻ. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കമ്പനിയിൽ നിങ്ങൾ എല്ലാവരും ഒരു സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് വിചാരിക്കുക. ഒരാള് റിമോട്ട് വർക്കിംഗ്, അതായത് വർക്ക് ഫ്രം ഹോം സപ്പോർട്ട് ചെയ്യുന്ന ആളും മറ്റൊരാള് വർക്ക് ഫ്രം ഓഫീസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വർക്ക് ഫ്രം ഓഫീസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആയിരിക്കണം ഒരാൾ പറയേണ്ടത്, മറ്റൊരാൾ പറയേണ്ടത് എന്താണ്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആയിരിക്കണം. സോ ആരെങ്കിലും രണ്ടുപേർക്ക് ഒന്ന് വരാൻ പറ്റുമോ? ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ഒരു കൺവെർസേഷൻ ബിൽഡ് ചെയ്താൽ മതി. ഐ വിൽ ഹെൽപ്പ് യു ഓൾസോ. ഐ വിൽ ബി ഹാപ്പി ഇഫ് anyone shows up. I'll be extremely happy if anyone shows up. ഇതൊരു ക്ലാസ് റൂം ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മിഠായി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ് റോബിൻ. റോബിൻ ഇസ് റെഡി. സോ ഐ നീഡ് എ പാർട്ട്ണർ ഫോർ റോബിൻ. ഒരാൾ കൂടെ വേണം. യെസ് റോബിൻ, പ്ലീസ് അൺമ്യൂട്ട്. റോബിൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഐ ഹവ് ഗിവൻ പെർമിഷൻ. യെസ്, താങ്ക് യു ജോബി. ഐ വിൽ അൺമ്യൂട്ട് യു. Okay. I will support the work from home because okay. Okay. What? However, Jobby unmute you. Jobby, unmute ചെയ്യാൻ പറ്റുന്നില്ലേ Jobby? I've given permission. Can you please try? Yes, I unmuted. Okay, okay. So Robin has taken the position for work from home. So you will have to advocate for work from office. Is it fine? Okay, Madam, fine. I couldn't get you. അതായത് റോബിൻ ചൂസ് ചെയ്തിരിക്കുന്നത്, റോബിൻ സപ്പോർട്ട് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം അല്ലേ? Yes, madam. Yeah. So you'll have to tell points supporting work from home, and Jobby will have to advocate the point work from office. Work from office ന്റെ ബെനിഫിറ്റ്സ് ആയിരിക്കും ജോബി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? Okay. ഓക്കെ, സോ നമ്മളൊരു ഡിബേറ്റ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. ഇൻട്രൊഡക്ഷന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ രണ്ടുപേരും ഒപ്പോസ് ചെയ്ത് കളിക്കേണ്ടത്. ഓക്കെ? Okay. ആൻഡ് ബാക്കിയുള്ളവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോബിനും ജോബിക്കും ഉള്ള ഇൻപുട്സ് കൊടുക്കാം. ഓക്കെ,
റോബിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം റോബിൻ എന്ന് പേര് ഒരു ഹൈഫൺ ഇട്ടിട്ട് പോയിന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ജോബിക്കും റോബിനും കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, ജോബിയുടെ പോയിന്റ് ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബി എന്നിട്ടിട്ട് ജോബി ഹൈഫൺ നിങ്ങൾക്ക് ആ പോയിന്റ് പറയാം. ഓക്കെ, ചാറ്റ് ബോക്സിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് തരുന്ന ആ പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. പക്ഷെ ആപ്റ്റ് ആയ ടൈമിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഒരാൾ പറയുന്ന അതേ പോയിന്റിന് വേണം നിങ്ങൾ ഒപ്പോസ് ചെയ്യാൻ. ആ ഒരു രീതിയിൽ നമ്മുടെ ഡിബേറ്റിംഗ് സ്കിൽസ് ഇവിടെ യൂസ് ചെയ്യാൻ നോക്കുക. യു ഹാവ് ടു മേക്ക് ഷുവർ നിങ്ങൾ വളരെ പൊളൈറ്റ്ലി ആണ്, പ്രൊഫഷണലി ആണ് സംസാരിക്കുന്നത് എന്ന് നോക്കുക. നമ്മുടെ വോയിസ് ടോൺ ആ ഒരു കാം ലെവലിൽ നിന്നും റേസ് ആവാതെ നോക്കുകയും ചെയ്യുക. ഓക്കെ, ആൻഡ് വൺസ് അഗെയിൻ ഫോർ ഓൾ ദ ഓഡിയൻസ്, Robin is advocating for work from home and Joby is advocating for work from office. Okay, so Robin can begin. Okay. Good evening. I am supporting the work from home because work from home concept is very good for me because it is very helpful for my personal problems. Sorry. Okay. Other than office work from office, it is my first argument. Okay, Robin, good evening. How are you? Good evening. I am fine. Fine. Okay, I am Job from Malapi. Okay, thank you so Okay, much. thank you. Your debate words are very good. It's fantastic. But for my concern, when we'll work from home, maybe it feel that laziness. We can feel that lot of problem will come from if you work from house. A lot of problem from family side, friend side, and we have to go outside like that. So many things will come during when we working from home. But when we work in the office, all the item we can take from the office, network and other help from our PA or some other staffs from there. Immediately we can take all the help from there, and we will get a time period to finishing all the works and everything. And that will get from our from office, and some are helping me that it bring punctuality. Yes, that is one important thing, that when we work in office, there is a time period. We have to go morning period, and we will get the time period for the tea and lunch break and everything. And we can clarify some doubts from the other staffs also. So it will help us to finish our work very fast. And so it is my first concern about work from office. Thank you so much. Okay, I appreciate you, but I deny some points. Work from home is a better thing because I am we have get more time to spend the work and the total. Sorry, I hand over the mission. എന്ത് പറ്റി റോബിൻ? വാട്ട് ഹാപ്പൻഡ്? Things വരുന്നില്ല അവിടെ. എന്തായിരുന്നു റോബിൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്? പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ, വർക്ക് ഫ്രം ഹോമിൽ ധാരാളം പിന്നെ അവസരങ്ങൾ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം, പലതരത്തിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് വേർഡിങ്സ് വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതിനേക്കാൾ റോബിൻ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി നോക്കി. അതായത് while involving in work from home, there are other opportunities. We can also involve in other opportunities. We get more freedom of work. Also, we will be able to work from our comfort zone. Whereas in office, you'll have to focus on only one single thing. Work from home
will also enable us to nurture our other passions other than our professional work. ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിങ്, പെയിന്റിങ് എന്നിങ്ങനെയുള്ള എബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് we can even focus on our other passion other than our professional career. Okay. ഇതല്ലേ റോബിൻ Yes, പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ്? yes, madam. Yes. One more thing. Mhm. Work from home will get more, will reduce the stress of work. And Okay. yeah, we So can thank you relax. so much, Robin and Joby. You've both done a very good work. Joby, even you presented so well, and as well as Robin. And നിങ്ങൾ രണ്ടുപേരും ആദ്യം ഇങ്ങനെ മുന്നോട്ട് വന്നതിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും Thank you. മ്യൂട്ട് ചെയ്തോളൂ. Thank you so ഞാനൊരു much for this opportunity. ഓക്കെ, ഞാനൊരു കോമൺ ഫീഡ്ബാക്ക് പറയാം. ഇത് റോബിനും ജോബിക്കും മാത്രമുള്ളതല്ല കേട്ടോ, ഇവിടെ ഉള്ള 74 ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും സ്പീച്ചിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇവരുടെ രണ്ടുപേരുടെയും നല്ല, ഇവിടെ എൻ്റെ ഇതിൽ നമ്മുടെ ഇവിടെ അധികം ആൾക്കാരുണ്ട്. നമ്മൾ പ്രാക്ടീസ് ഇല്ലാതെ സ്പീക്ക് ചെയ്യുന്ന ടൈമില് നമ്മൾ ഫില്ലേഴ്സ് ആഡ് ചെയ്യും. ദാറ്റ് ഇസ്, ഇപ്പോ ഇവരുടെ സ്പീച്ചിൽ അനാവശ്യമായിട്ട് ഒരുപാട് ആൻഡ് ദ ഈ 2 വാക്കുകൾ അധികമായിരുന്നു. അത് അവരറിഞ്ഞിട്ടില്ല, അവരറിയാതെ വന്ന്. അതിപ്പോ ഞാൻ ജോബിനോടോ റോബിനോടോ ഒരു സെന്റൻസ് എഴുതി അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്ട്രാ ആൻഡും ദവും അതിൽ വരില്ല, കാരണം അതൊരു കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഫില്ലേഴ്സ് വരുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് ആ ഒരു വൊക്കാബുലറി, ആവശ്യമുള്ള വാക്കുകൾ പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളോടൊക്കെ പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി ഷുവർ നെക്സ്റ്റ് വീക്ക് ഐ ബി ഡം ഫൗണ്ടഡ്, എനിക്കൊന്നും പറയേണ്ടി വരില്ല. പക്ഷെ എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്, സ്പോണ്ടേനിറ്റി, പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കണം. അതായത് ഇപ്പോ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ന് ആരൊക്കെ നമ്മളോട് എന്തൊക്കെ പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അറിയില്ലല്ലോ. അപ്പോ പെട്ടെന്ന് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി, അതായത് നമ്മുടെ ഫ്ലുവൻസി, അതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലുവൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഇതേ റോൾ പ്ലേ തന്നെ രണ്ടുപേര് ആരെങ്കിലും കൂടി അത് ചെയ്തു നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യത്തിൽ അധികം പോയിന്റ്സ് ഇതേ നമ്മളുടെ സ്റ്റുഡൻസ് ചാറ്റ് ബോക്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, മിദ്ലാജ്, ഐ നീഡ് പാർട്ട്ണർ ഫോർ മിദ്ലാജ്. മിദ്ലാജ് അൺമ്യൂട്ട് ചെയ്തോളൂ. I will try next week. Okay, ഇവിടെ മിദ്ലാജ് അൺമ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. യെസ്, ഐ ഹവ് ഗിവൻ യു ദ പെർമിഷൻ. പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ, ഞാൻ ഇവിടെ നിന്ന് പെർമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. യാ, എനിവൺ എൽസ് ടു ഹെൽപ്പ് മിദ്ലാജ്? ആരെങ്കിലും ഇതാ, യെസ് മിദ്ലാജ്, ഒരു മിനിറ്റ്, ഒരാളെയും കൂടെ നമ്മൾക്ക് കിട്ടേണ്ടതുണ്ട്. ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇൻഫർമേഷൻസ് ആവശ്യത്തിൽ അധികം ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ദി ഓൺലി തിങ് യു പീപ്പിൾ ലാക്ക് ഇസ് കോൺഫിഡൻസ്. അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. യെസ്, ഇപ്പൊ കുറെ പേര് വന്നു, ഒരുമിച്ച് വന്നപ്പോ ഋഷ്ണയുടെ മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. യെസ് ഋഷ്ണ, യു കൻ അൺമ്യൂട്ട്. ഹലോ. യെസ് ഋഷ്ണ ആൻഡ് മിദ്ലാജ് ആൻഡ് ഋഷ്ണ രണ്ടുപേരും ഓഡിബിൾ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. Okay, so Midlaj, which point are you talking for? I'll be supporting to work from office. Okay, appo I stand for work from office, അല്ലെങ്കിൽ I support the point work from office. Okay, I will എന്നുള്ളതിന്റെ യൂസേജ് അവിടെ വേണ്ട കേട്ടോ. Okay Rishna, so automatically you'll have to advocate for the point work from home. Okay? Okay ma'am. Yes. So Midlaj can start. My name is Midlaj. So I would like to support the view that work from office will be more suitable, because working from home will actually take away your responsibility or just the seriousness of the job. Like, you will be engaging in so many activities in home, like taking care of family, and you will always be busy with something. So from office you will have a great punctuality and correct systematical work, so you will not be distracted like in the home. Okay. My name is Rishna. I'm saying about work from home because I am a lady. I can understand so many ladies, especially ladies. They don't have the circumstances or the situations to go out of home and
just be in office and just be a time for 10 to 5 p.m. So it's a good thing for them to work from home and earn some money, and it's already happening now. I'm aware about so many ladies. They were doing works from home and having their own money, and they are also doing their responsibility in home and doing the home works and caring their kids, everything. So this too, all this too is good, but for some peoples, it is good for doing work in home, and it will balance their culture. Maybe I don't know. It will balance what we say, their daily chart. Okay, the daily And routine. അല്ലേ? no need of transportation and money, and it will give a financial stability for women. And Wait. okay, ഇത് ചാറ്റ് ബോക്സിൽ വരുന്നത് കംപ്ലീറ്റ്ലി അങ്ങനെ വായിച്ചു പോരുത്. നമ്മൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അറ്റ് എ ടൈം ഒരു പോയിന്റ് ആയിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. ഞാൻ ആക്ച്വലി ഇത്രയും നേരം അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കെൻ യു എവ്രി വൺ ഗിവ് ഹെർ എ ബിഗ് അപ്ലോസ് ഫോർ ദാറ്റ്. അതെ, നമ്മുടെ നാട്ടിലത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ദർ ആർ മെനി വിമൻ പുറത്തു പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരുടെ കാര്യം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഇന്റലക്ച്വലി ഒരു കുഴപ്പമില്ല, മേ ബി എന്തെങ്കിലും ഒരു ഫിസിക്കൽ എബിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ എന്താണ് വർക്ക് ഫ്രം ഹോം ഇസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തതിൽ, സ്ട്രെസ് ചെയ്തതിൽ ഐ എം റിയലി ഹാപ്പി. താങ്ക് യു. സോ മിഥിലാജ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യോ? So well, that's a tough one. I still want to say that working from home actually like going introvert to introvert. Like if you're working from office, you will be socializing more than usual, and you will have a great touch with people, co-workers. You will get more friends. You will get help from friends. But working from home will always set you back. So that's all I'm saying. Thanks. Okay, so thank you so much both of you, Midlaj and Rishna. Okay, so വീണ്ടും ഒരു കോമൺ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും പോയിന്റ്സ് വളരെ വാലിഡ് ആയിരുന്നു. പോയിന്റ്സ് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ പോയിന്റ്സ്. ഇവൻ ഇവിടെ ഉള്ള എല്ലാവർക്കും നിങ്ങളുടെ പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ്, ഗ്രാമറിൽ എറേഴ്സ് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നതിൽ. ഫോർ എക്സാമ്പിൾ, റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഹോം അല്ല, റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം. ഓക്കെ, പിന്നെ അതുപോലെ രണ്ടുപേരുടെ സ്പീച്ചിലും വീണ്ടും നേരത്തെ നമ്മൾ ജോബിയുടെയും റോബിന്റെയും പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൻഡ് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു സെന്റൻസിൽ ഒന്നിലധികം ആൻഡ് യൂസ് ചെയ്യില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, there is no need of money for transportation for work from home. അപ്പൊ അവിടെ എന്താണ്, ഒരു ആൻഡ് അതിൽ വന്നില്ലേ? മണി ഫോർ ട്രാൻസ്പോർട്ടേഷൻ, no need for transportation, money and time ആണ് റോബിൻ തന്നിരിക്കുന്ന പോയിന്റ്. അപ്പൊ ഒരു സെന്റൻസിൽ ഒരു ആൻഡ് വെച്ച് മതി. ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അറ്റ് ഹോം, അങ്ങനെ ഒരു സെന്റൻസിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഡിബേറ്റ്സ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ സ്ട്രക്ചർഡ് ആവാനുണ്ട്. കാരണം നമ്മളുടെ ഇവിടുത്തെ ഡിസ്കഷൻ എന്താണ്, പ്രൊഫഷണൽ ഡിബേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അറ്റ് എ ടൈം ഒരു പോയിന്റ് പറഞ്ഞിട്ട് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക കേട്ടോ, അതിന്റെ എവിഡൻസുകളും. പിന്നെ നമ്മളിങ്ങനെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു മോക്ക് ഇതായതുകൊണ്ട്, അക്കോർഡിംഗ് ടു ദ റിസർച്ച് ഇറ്റ് ഷോസ് ദാറ്റ് people who are involved in work from home has better job satisfaction than people working in office. എന്നിങ്ങനെയുള്ള ഡാറ്റാസ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ ഒപ്പോസറെ എന്താണ് പറയാ, നമ്മൾക്ക് വായ മുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണത്. റിസർച്ചുകളുടെ എവിഡൻസ് വെച്ച് ബാക്കപ്പ് ചെയ്യാന്നുള്ളത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ ഏതായാലും നമ്മൾ പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മേക്ക് യൂസ് ഓഫ് റിസർച്ചസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്പീച്ചിൽ ഇനി ശ്രദ്ധിക്കേണ്ട എന്താണ്, ആവശ്യമില്ലാണ്ടുള്ള ദകള്, ആൻഡുകള്, ഫില്ലേഴ്സ് ഒക്കെ എടുത്ത് ഒഴിവാക്കുക.
ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാക്ടീസിന്റെ കുറവാണ്. നമ്മളാരും ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടാത്തവരായതുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കണ്ടാവില്ല. അപ്പൊ സാഹചര്യം ഇല്ലാത്തവർ ഉണ്ടാക്കുക. ആരെയും സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി 5 minutes മിറർ ടോക്ക് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എങ്കിലും ചെയ്യുക പ്ലീസ്. റിക്വസ്റ്റ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ഒരു 2 weeks നിങ്ങൾ ഡെയിലി 5 minutes സംസാരിച്ചാല് നിങ്ങൾ ചേഞ്ച് കണ്ടു തുടങ്ങും. നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയിൽ നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ച് കണ്ടു തുടങ്ങും. ദിസ് ഇസ് മൈ വേർഡ്. യു ക്യാൻ ഇത് ട്രസ്റ്റ് ചെയ്തോളൂ. ബാക്കി എല്ലാം എല്ലാവർക്കും എഫക്റ്റീവ് ആവുമെന്ന് അറിയില്ല, പക്ഷെ ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആവും. അതായത് നിങ്ങളുടെ ഗ്രാമർ ഫുൾ സെറ്റ് ആവുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്നും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബെറ്റ് വെക്കാൻ തന്നെയായിട്ട് 2 weeks കൺസിസ്റ്റന്റ് ആയിട്ട്, ദാറ്റ് ഇസ് അപ് ടു 14 to 15 days കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി അറ്റ്ലീസ്റ്റ് 5 minutes സംസാരിക്കുക. ഓക്കെ, സോ ഈ ഒരു വീക്കിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും പോയിന്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു മേ പ്ലീസ് ആസ്ക്. ദിവസവും സംസാരിക്കാൻ ഉള്ള ഒരു അവസരം ചെയ്യാൻ സാധിക്കുമോ? നമ്മളിപ്പോ ഈ ഒരു സെഷൻ ഏകദേശം എൻഡ് ആയല്ലോ. സോ ഫ്രം ദ നെക്സ്റ്റ് EEP സെഷൻസ് വി വിൽ ഡിസ്കസ് വിത്ത് ദ ടീം. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഫാക്കൽറ്റി മാത്രമാണ് ഞാൻ. നമ്മളുടെ കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ടും ഒക്കെ EEP ഇസ് എ ടീം വർക്ക്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫാക്കൽറ്റി ആണ്. നിങ്ങൾ ശബ്ദം കേൾക്കുന്നതും കാണുന്നതും എന്നെയാണെന്ന് മാത്രമാണ്. സോ വി ഹാവ് എ ടീം ബിഹൈൻഡ് ഇറ്റ്. ഐ വിൽ ഷുവർലി ഇൻഫോം ദം അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇത്രയും ഇപ്പോ ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യുന്ന ഒരു 70 to 100 ആൾക്കാരുണ്ടെന്നേ ഉള്ളൂ. അതല്ലാതെ നമുക്കിവിടെ സ്റ്റുഡന്റ് നമ്പർ എന്ന് പറയുന്നത് ഇസ് എ ഹ്യൂജ് നമ്പർ. അപ്പൊ ഇത്രയും ആൾക്കാരെ നമ്മൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും എന്നുള്ളതൊക്കെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. സോ എനിവേ, താങ്ക് യു ഫോർ ദ സജഷൻ. ഐ വിൽ ഡിസ്കസ് ഇറ്റ് വിത്ത് ദ ടീം. ഓക്കെ, ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുക. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക മാം? നിങ്ങൾക്ക് നമ്മളുടെ ഡെയിലി മെസ്സേജിൽ ഒരു വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേയും ഇല്ലേ? അത് ഡെയിലി നമുക്കിപ്പോ നമ്മൾ തരുന്നത് ഒരു വേർഡാണ്, ബട്ട് നിങ്ങൾക്ക് പെർ ഡേ എന്താണ് ഒരു 3-4 വേർഡ്സ് പഠിക്കുക. അത് വെച്ച് സെന്റൻസുകൾ ഉണ്ടാക്കുക. ആൻഡ് ആ വേർഡ് പഠിക്കുന്ന ദിവസം ആ വേർഡ് വെച്ച് മേക്ക് ആസ് മച്ച് സെന്റൻസസ് യു ക്യാൻ. ഒരു വേർഡും അതിന്റെ മീനിങ്ങും വെറുതെ നോക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ അത് മറക്കും. പക്ഷെ ട്രൈ ടു ഇൻകോർപ്പറേറ്റ് ഇറ്റ് ഇൻ ടു ആ കൺവെർസേഷൻ. അപ്പൊ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്താണോ ആ വേർഡ് ഓഫ് ദി ഡേ വെച്ചിട്ട് ഇന്ന് രാവിലെ ഉച്ചക്കും ഈവനിങ് ഒക്കെ എന്താണ് മാക്സിമം സെന്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കുക. അത് റിയൽ ലൈഫിൽ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു നോക്കുക. അതേപോലെ നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു എല്ലാവരോടും നിങ്ങളുടേതായ വൊക്കാബുലറി ബുക്കുകൾ കീപ്പ് ചെയ്യാൻ. നമുക്ക് ഇന്ന് ഡിക്ഷണറീസ് അവൈലബിൾ ആണ്. അതിനപ്പുറം എന്താണ് നിങ്ങളുടേതായ വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ആവശ്യം വരുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് കിട്ടാതെ വന്നു, അപ്പൊ എന്ത് ചെയ്യുക, ആ വേർഡ് സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, നിങ്ങളുടെ വൊക്കാബുലറി ബുക്കിൽ എഴുതുക, അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ EEP ഫസ്റ്റ് സെഷൻ മുതൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ഓൾറെഡി ആപ്പിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഇനി ലൈവായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡേ 107 എത്തി. ഇതൊരു ഡേ 150 ഒക്കെ ആവുന്ന ടൈമിൽ വീണ്ടും വിൽ ബി ബിഗിനിങ് ഫ്രം ഡേ 1. ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് വീണ്ടും ഇതിന്റെ ഫസ്റ്റ് തൊട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. ഓക്കെ, യെസ് ഷെഹ്ല, യു വിൽ ബി ഇൻഫോം. ഓക്കെ, ഇൻഫോം ചെയ്യും കേട്ടോ. So if everything is clear, we can wind up for today. So thank you all for joining. And a gentle reminder, I want all of you to complete your weekly quiz today itself. Idioms പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാം. വാട്ട് ക്യാൻ ഐ ഡു? പ്രാക്ടീസ്. അത് തന്നെയാണുള്ളത്. ഇപ്പോ ഒരു ഇഡിയം തന്നെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അത് തറോ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഡിയം 2 days പ്രാക്ടീസ് ചെയ്തോളൂ, കുഴപ്പമില്ല. അത് സെന്റൻസിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് സ്വയം സെന്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഗൂഗിളിൽ ആ ഇഡിയം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലധികം എക്സാമ്പിൾ സെന്റൻസുകൾ കിട്ടും. സോ അത് മോഡലാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ജോബി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഹൗ ഡിഡ് യു സെൻഡ്? wait, it's in the chat box la. Okay Joby, I'll have a look at it and get back to you. Okay, thank you all, and you may leave. Yes, you may all leave. Thank you so much. See you all next week.